ഓക്കെ, സോ ഇതാണ് ദി മോസ്റ്റ് പവർഫുൾ പോക്കോ ഫോൺ എവർ, പോക്കോ F6 എന്ന് ഞാനല്ല, പോക്കോ സ്വയമാണ് പറയുന്നത്. ഓക്കെ, അതിനുള്ള മെയിൻ കാരണമാണ് ഈ ഫോണിലുള്ള ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 ചിപ്സെറ്റ്. ഈ ചിപ്സെറ്റുമായി ഇന്ത്യയിലേക്ക് വരുന്ന ദി ഫസ്റ്റ് ഫോൺ കൂടിയാണ് ഈ പോക്കോ F6. ഓക്കെ, ഈ ചിപ്സെറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? നമ്മുടെ ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ് ഉണ്ടല്ലോ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 3, അതിലുള്ള എക്സാക്ട്ലി സെയിം കോർസ് ആണ് ഈ ചിപ്സെറ്റിലും വരുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് പ്രൊസസർ സെയിം ആണോ? അല്ല. ഞാൻ എന്താ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, കോർസ് എക്സാക്ട്ലി സെയിം ആണ്, എന്നാൽ ക്ലോക്ക് സ്പീഡിൽ വ്യത്യാസമുണ്ട്. 8 Gen 3 കോർസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ GPUയിലും വ്യത്യാസമുണ്ട്. 8 Gen 3 ആണ് കുറച്ചും കൂടി പവർഫുൾ. അതിൽ Adreno 750യും ഇതിൽ Adreno 735 ഉള്ളത്. സോ ഓവറോൾ പെർഫോമൻസ്, പ്രത്യേകിച്ചും 1-2 സ്കോർ ഒക്കെ നോക്കുകയാണെങ്കിൽ 8 Gen 2 പെർഫോമൻസ് ഏകദേശം 8 Gen 2 പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ നോർമലി ആരും അൺബോക്സിംഗ് വീഡിയോയിൽ ഡീറ്റെയിൽ പറയാറില്ല. പക്ഷെ നമ്മുടെ ചാനൽ പ്യൂർ ടെക് ചാനൽ ആയതുകൊണ്ട് ഇതെല്ലാം പറയണമല്ലോ. സോ ഇതുപോലുള്ള നല്ല ടെക് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഇതാണ് പോക്കോ F6ന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ഫോൺ ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കേസ്, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ഡോക്യുമെന്റ്സ്. സോ ഒരു പവർഫുൾ ചിപ്സെറ്റും അതിന്റെ കൂടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ LPDDR5X റാം ആൻഡ് UFS 4.0 സ്റ്റോറേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലോസ് ടു 1.5 മില്യന്റെ 1-2 സ്കോർ ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ഓക്കെ, സോ നോർമൽ പെർഫോമൻസ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോളിഡ് നോർമൽ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ ഗെയിംസ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോഴും നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. ഓവറോൾ നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതെന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. സോ എന്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് നോർമൽ യൂസേജിൽ ഹീറ്റിംഗ് ഒന്നുമില്ല. ഈവൻ ഗെയിമിംഗ് ചെയ്യുമ്പോഴും ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് ഗെയിം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വാംത്ത്, ഒരു ഇളം ചൂടുണ്ടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റിംഗ് അങ്ങനെ ഒന്നുമില്ല. അതിനുള്ള കാരണം മെയിൻലി എനിക്ക് തോന്നുന്നു പോക്കോ ഈ ഒരു ഫോണിൽ ഐസ് ലൂപ്പ് കൂളിംഗ് ടെക്നോളജി ഇട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്ന അനുസരിച്ച് നോർമലി വരുന്ന വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ടല്ലോ, അതിനേക്കാളും 3 ഇരട്ടി കൂളിംഗ് ഈ ഫോണിന് കിട്ടുമെന്നാണ് പറയുന്നത്. BGMIയിൽ 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതും HDR വരെ. ഓക്കെ, സോ HDR 60 FPS കളിക്കാൻ പറ്റും. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ്. എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് 90 FPS കൊടുക്കേണ്ടതായിരുന്നു. ചില ഫോൺസിൽ ഔട്ട് ഓഫ് ദ ബോക്സ് 60 FPS പിന്നീട് 90 FPS വരാറുണ്ട്. ഓക്കെ, പക്ഷേ ഇതിന്റെ അകത്ത് 90 FPS കാണിക്കുന്നില്ല, 60 FPS ആണ് മാക്സിമം. എന്നാൽ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൽ 120 FPS കളിക്കാൻ പറ്റും. അവിടെയും നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. പിന്നെ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ആയതുകൊണ്ട് ഗെൻഷിൻ ഇമ്പാക്റ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലും സ്മൂത്ത് 60 FPS ഗെയിം പ്ലേ ആണ് കിട്ടിയത്. ഓക്കെ, ഞാനിത് നല്ലോണം ടെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഒരു 1 വീക്ക് 7 ഡേ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ കംപ്ലീറ്റ് പറഞ്ഞുതരാം. ഹീറ്റിംഗ് ഉണ്ടോ, സോഫ്റ്റ്വെയർ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ FPS മോണിറ്റർ ചെയ്തിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുശേഷം ആ റിവ്യൂ വീഡിയോയിൽ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പേടിക്കേണ്ട, ഇത്തവണ റിവ്യൂ വീഡിയോ ലേറ്റ് ആവാൻ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വീക്ക് വരും ഫോർ ഷുവർ. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 ഉണ്ട് വിത്ത് ഹൈപ്പർ OS. 3 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റിന്റെ പ്രോമിസ് പോക്കോ ചെയ്തിട്ടുണ്ട്. ഷൗമിയുടെ ചെറിയൊരു ഡൗട്ട് സാധനം ഉണ്ട്, അതായത് അപ്ഡേറ്റ്സ് വരുമോ ഇല്ലയെന്ന്. ലെറ്റ്സ് സീ. ഐ ഹോപ്പ് അവർ 3 വർഷത്തെ OS അപ്ഡേറ്റ് ടൈമിൽ തരും. അതാണ് അവരുടെ പ്രോമിസ്. ഒരു ചാക്ക് നിറയെ ബ്ലോട്ട് വെയർസ് ഇട്ട് തന്നിട്ടുണ്ട്. അതായത് ഈ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ബബിൾ ഷൂട്ടർ, മറ്റേത് മറിച്ചതൊക്കെ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോണിന്റെ ഡിസൈനും ബിൽഡിനെ കുറിച്ച് അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഭയങ്കരമായിട്ട് ഫീച്ചർ ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു പ്രൈസിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് സംസാരിക്കാം. ഈ ഒരു പ്രൈസിൽ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് തരണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടായിരിക്കും നമ്മുടെ ബാക്ക് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും പ്ലാസ്റ്റിക് ആണ്. ചില ഫോൺസിൽ ഒന്നെങ്കിൽ ബാക്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ ഫ്രെയിം ഒക്കെ വരാറുണ്ട്. ഇവിടെ രണ്ടും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. എവിടെയെങ്കിലൊക്കെ കോസ്റ്റ് കട്ടിംഗ് ചെയ്യണ്ടേ. പിന്നെ ഈ ക്യാമറ മോഡൽ കാണുമ്പോൾ Redmi Note 13 Pro പ്ലസും ഈവൻ പോക്കോ F5 ആണ് ഓർമ്മ വരുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി സൈസ് ഉള്ള ക്യാമറ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബാക്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. പിന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ ഓക്കെ ആണ്, അങ്ങനെ ഹെവി ഒന്നല്ല. 179 ഗ്രാം ആണ് വെയിറ്റ്, 7.8 mm ആണ് തിക്നെസ്, പിന്നെ IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഡിസ്പ്ലേ അടിപൊളിയാണ്. അതായത് നോ ഡൗട്ട് ഷവോമി അവരുടെ ഫോൺസിന്റെ ഡിസ്പ്ലേയുടെ കാറ്റഗറിയിൽ ഒരിക്കലും വിട്ടുവീഴ്ച അല്ലെങ്കിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാറില്ല. ഇതിന്റെ ബെസൽസ് കണ്ടില്ലേ, നല്ല സ്ലിം യൂണിഫോം ബെസൽസ് ആണ്. യെസ്, തീർച്ചയായിട്ടും നമ്മുടെ ചിൻ പൊടിക്ക് കൂടുതലാണ്, പക്ഷേ ഇറ്റ്സ് വെരി നൈസ് ടു സീ. അതായത് നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ്, നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതിനോടൊപ്പം തന്നെ കളേഴ്സ് ഒക്കെ നൈസ് ആണ്. ഓക്കെ, സോ എന്റെ ഫസ്റ്റ് ഇംപ്രഷന് ഡിസ്പ്ലേ എനിക്ക് നൈസ് ആയിട്ട് തോന്നി. ബേസിക്കലി 120 ഹെർട്സിന്റെ 6.7 ഇഞ്ച് സൈസ് ഉള്ള 1.5K റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പ്ലസ് നെറ്റ്ഫ്ലിക്സിൽ ഡോൾബി വിഷൻ ആൻഡ് HDR രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെ
തന്നെയാണ്. പിന്നെ ഇത്രയും പവർഫുൾ ഒരു ചിപ്സെറ്റ് ആയതുകൊണ്ട് 120 Hz ഒക്കെ വളരെ ഈസിലി ആണ് ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് എല്ലാ ആപ്ലിക്കേഷനിലും കിട്ടുന്നുണ്ട്. ആമസോൺ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലായിടത്തും ആ ഒരു 120 Hz സ്മൂത്ത്നെസ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ഇതാ കണ്ടില്ലേ, സ്ക്രീൻ പ്രൊട്ടക്ടറും തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ഒരു സ്ക്രീൻ ഗാർഡ് വാങ്ങിച്ചിടാം. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് ഈസിലി കിട്ടുകയും ചെയ്യും. ഓക്കെ, 2400 നിറ്റ്സിന്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാൻ പറ്റും. നമ്മളെ ബാധിക്കുന്ന ബ്രൈറ്റ്നസ് HBM, അതായത് ഹൈ ബ്രൈറ്റ്നസ് മോഡിലുള്ള ബ്രൈറ്റ്നസ് ആണ്. അതെനിക്ക് തോന്നുന്നത് 1000 അല്ലെങ്കിൽ 1200 നിറ്റ്സിന്റെ ആണ് HBM. ഇനഫ് ആണ്. ഇൻഡോർ ആണെങ്കിൽ ഔട്ട്ഡോർ ആണെങ്കിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നല്ല ബ്രൈറ്റ്നസ് തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ എന്നാൽ ഹെഡ്ഫോൺ ജാക്ക് ഒന്നും വരുന്നില്ല. സോ ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ടൈപ്പ് സി ഇയർഫോൺസ് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, അതായത് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പോക്കോ F5 വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫോണിൽ ബെറ്റർ ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ വെച്ചെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. കളേഴ്സ് ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും ഓക്കെ ആണ്. ഈവൻ ഈ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള 2x ഫോട്ടോസ്, കുറച്ചും കൂടി സൂംഡ് ഇൻ ഫോട്ടോസ് എടുക്കാം. എന്നാൽ 2x മോഡിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റൂല. ഓക്കെ, നോർമൽ പോർട്രേറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ 1x പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എച്ച് ഒക്കെ നൈസ് ആണ്. എന്നാൽ നോർമൽ ഫോട്ടോയും പോർട്രേറ്റ് ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കളർ ടോണിൽ ചെറിയൊരു വ്യത്യാസം എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് മനസ്സിലായി. അതായത് അവിടെ കുറച്ചും കൂടി നാച്ചുറൽ ടോണും ഇവിടെ ചെറിയൊരു ബൂസ്റ്റിങ്ങും വാം ടോണൊക്കെ കയറി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിന്റെ ബാക്കിൽ, നമ്മുടെ തലയുടെ ബാക്കിൽ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൈ ഒക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു ചെറിയൊരു പുകമയം, കുറച്ചൊരു ഭയങ്കര ഒരു സ്മോക്കി ഫീൽ ആണ് കിട്ടുന്നത്. ഇതൊക്കെ അപ്ഡേറ്റിലൂടെ പോക്കോ ശരിയാക്കണം. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് വെച്ച് കിട്ടുന്ന ഫോട്ടോസ് ഒക്കെ ജസ്റ്റ് ഓക്കെ, ആവറേജ് ആണ്. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുക്കുന്ന സെൽഫി ഫോട്ടോസ് നൈസ് ആണ്. അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ടല്ലോ ആ പോർട്രേറ്റ്, ആ ബ്ലർ, അത് കണ്ടമാനം കൂടി കിടക്കുകയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അത് കുറയ്ക്കാൻ നോക്കുക. റിയർ ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS വരെ എടുക്കാൻ പറ്റും. ഈവൻ 4K 60 FPSലും പോക്കോ ഈ ഫോണിൽ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. ക്വാളിറ്റി ഓക്കെ ആണ്, അങ്ങനെ ഡീസെന്റ് ക്വാളിറ്റിയാണ്, പക്ഷേ സ്റ്റെബിലൈസേഷൻ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1080p 30 FPS ആണ്. പോക്കോ F6ന്റെ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ സെൽഫിയിൽ മറ്റേ നമ്മുടെ 4K ഒന്നും വരുന്നില്ല, പക്ഷേ സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ നടന്ന് കാണിച്ചു തരാം. ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നല്ല സ്റ്റേബിളാണ്. സോ നല്ല സ്റ്റെബിലിറ്റി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറ ഞാൻ കാണിച്ചു തന്നല്ലോ. 4K 60 FPSലും സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ഓവറോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഇതിൻ്റെ ക്യാമറ തീർച്ചയായിട്ടും. സോ സ്കിൻ ടോണൊക്കെ വലിയ ഇഷ്യൂ ഇല്ല. പിന്നെ ഈ ഫോണിൻ്റെ ഗാലറിയിൽ ചില AI ഓപ്ഷൻസ്, ഇപ്പം അറിയാലോ AI ആണ് ട്രെൻഡിങ്. സോ ചില ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ AI എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് നമുക്കത് ഇങ്ങനെ വലുതാക്കാൻ പറ്റും. ചുറ്റുമുള്ള ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ അത് ഫില്ല് ചെയ്ത് തരും AI ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ AI ബൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ നോർമൽ ഫോട്ടോസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കിൽ നല്ല നാച്ചുറൽ ബൊക്കെ തരും. ഈവൻ ഈ ബൊക്കയുടെ ഷേപ്പും അതിൻ്റെ ലേ ഔട്ടൊക്കെ നമുക്കത് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ AI മാജിക് ഇറേസ് പ്രോ എന്നൊരു ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ചാൽ അറിയാലോ, മാജിക് ഇറേസർ അനാവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്കൈ ഒക്കെ റീപ്ലേസ് ചെയ്യാം. കൂൾ AI ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, നോർമലി വരാറുള്ള 5000 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ബോക്സിൽ 120 വാട്ടിന്റെ ചാർജർ ആണെങ്കിലും ഈ ഫോൺ 90 വാട്ടിന്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ചില കമ്പനികൾ ചാർജറേ തരുന്നില്ല. ഇവിടെ 120 വാട്ടിന്റെ ചാർജറും പിന്നെ സപ്പോർട്ട് 90 വാട്ടിനാണ്. ദാറ്റ്സ് വെരി നൈസ്. ഓക്കെ, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. ആക്ച്വലി ബാറ്ററി ലൈഫ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഓക്കെ ആയിട്ട് തോന്നി. 1 ഡേ ബാറ്ററി ബാക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച വരുന്ന റിവ്യൂ വീഡിയോയിൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ബാറ്ററി ഡ്രെയിൻ ഉണ്ടോ, എത്ര നേരം ആക്ച്വലി നിൽക്കുന്നുണ്ട്, എല്ലാം ഞാൻ ക്ലിയർലി ആ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞു തരാം. സോ തീർച്ചയായിട്ടും ആ റിവ്യൂ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡൊന്നും ഇടാൻ പറ്റൂല. 15 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ വോയിസ് ഓവർ NR അല്ലെങ്കിൽ 5G കോളിംഗ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. Wi-Fi 6, Bluetooth 5.4. ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആക്ഷനിൽ ആക്ഷൻ കാണിച്ചാൽ മാത്രമേ സ്ക്രീൻ ഓഫ് ആവുള്ളൂ. NFC ഉണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാം. IR ബ്ലാസ്റ്റർ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള AC TV ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പോക്കോ എന്ന ബ്രാൻഡ് നോർമലി നല്ല വാല്യൂ ഫോർ മണി പെർഫോമൻസ് ബേസ്ഡ് ഫോൺസ് ആണ് ഇറക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ പ്രൈസ് 29,999 രൂപയാണ്. ഓക്കെ, അതിന്റെ മേളിൽ 2000 രൂപയുടെ ICICI ബാങ്ക് ഓഫർ ഉണ്ട്. അതിന്റെ മേളിൽ 2000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. സോ നിങ്ങൾക്ക് എത്രമാത്രം ഏതൊക്കെ ഈടാക്കാൻ പറ്റും ഡിപ്പെൻഡ്സ് ഓൺ യു. പക്ഷേ ഈ രണ്ടും ഈടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 25,999 വാങ്ങിക്കാൻ പറ്റും. ഈവൻ 29,999 പ്രൈസ് നോക്കുകയാണെങ്കിലും പവർഫുൾ ചിപ്സെറ്റ്, നല്ല ഡിസ്പ്ലേ, ഓക്കെ ക്യാമറ, നല്ല ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ റിവ്യൂ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ എല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി ഇതേ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ നല്ല ഓപ്ഷൻസ് കൂടെ ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 2 വീഡിയോസ് ചെക്കൗട്ട് ചെയ്യുക. Moto H50 Pro ആൻഡ് OnePlus Nord CE4ന്റെ വീഡിയോസ് ആണ്. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഫെക്ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.